ഈ ബിഗ് ബോസ് സീസൺ 7-ലെ എല്ലാ കണ്ടസ്റ്റൻറ്റുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫ്രണ്ട്ഷിപ്പിനെ കാണിക്കുന്ന ഒരു വീഡിയോ ഇപ്പം ബിഗ് ബോസ് എല്ലാവരെയും ആക്ടിവിറ്റി ഏരിയയിൽ വിളിച്ചിട്ട് പ്രദർശിപ്പിക്കുകയുണ്ടായി. അത് കാണുന്ന ഏത് പ്രേക്ഷകനും ഈ ബിഗ് ബോസ് ഡേ 1 മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരാളും അത് കണ്ടു കഴിഞ്ഞാൽ കരച്ചിൽ വരും. കാരണം അത്രയ്ക്ക് ഇമോഷണലായിട്ടുള്ള രംഗങ്ങളാണ് ആ വീഡിയോയിലുടനീളം കാണിക്കുന്നത്. ഓരോരുത്തരുടെയും തമ്മിലുള്ള സ്നേഹമാണ് അതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വലിയ വലിയ വഴക്കുകളിലേക്ക് പോയ വ്യക്തികൾ ഇപ്പോഴും മിണ്ടാതിരുന്ന് പോയിട്ട് തിരിച്ചു വന്നിട്ട് പിണങ്ങി വീണ്ടും വഴക്കിട്ട വ്യക്തികൾ വരെ പിണക്കം മാറ്റിയിട്ട് അവിടെ ഒന്നിച്ചേരുന്ന ഒരു വീഡിയോ ആണ് ബിഗ് ബോസ് ഇപ്പം പ്രദർശിപ്പിച്ചത്. അങ്ങനെ ശൈത്യയും അനുമോളും കൂടി അവസാനം കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു ഇതുണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും കേട്ടോ. നമ്മൾ എന്തായാലും ഇല്ല, അനുമോൾ പറയുന്ന കണക്ക് കുടുംബ പ്രേക്ഷകരായിട്ടുള്ള സ്ത്രീകൾ എന്തായാലും അത് കണ്ടു കഴിഞ്ഞാൽ കരയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നമുക്ക് സങ്കടം വരുന്ന കണക്കുള്ള വീഡിയോ ആണ്. ഞാൻ കുറേ ഫോട്ടോസ് അതിനകത്ത് നിന്ന് എടുത്തിട്ടുണ്ട്, നിങ്ങൾ കാണും. ബിഗ് ബോസിലേക്ക് വന്ന തുടക്ക ദിവസങ്ങളിൽ ഏതോ ഒരു ദിവസം മനീഷ് ക്യാമറയുടെ ഫ്രണ്ടിൽ ചെന്ന് പറയുന്നുണ്ട്, എനിക്കിവിടെ ആരെയും എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ഫ്രണ്ട്സായിട്ട് ഞാൻ എടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല ബിഗ് ബോസ് എന്ന് പറയുന്നത്. ബിഗ് ബോസ് ആ ഒരു വോയിസ് നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ സീനുകളാണ് കാണിക്കുന്നത്. അതുപോലെ കുറേ ആൾക്കാർ ഓരോ കണ്ടസ്റ്റൻറ്റിനും പറയുന്ന ചില വാക്കുകൾ അത് നമുക്ക് കേൾക്കാൻ പറ്റും ഈ വീഡിയോയിൽ. ഷാനവാസിൻ്റെ ഒരുപാട് രംഗങ്ങളുണ്ട്. ഷാനവാസ് അനീഷുമായിട്ടുള്ളത്, ഷാനവാസ് ഒനിലുമായിട്ടുള്ളത്, ഷാനവാസ് ആദില നൂറയായിട്ടുള്ളത്, ഷാനവാസ് അനുമോളുമായിട്ടുള്ളത്, അക്ബറിനെ പറ്റി മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറയുമ്പം അക്ബർ കരയുന്നത്. ഒട്ടുമിക്ക കണ്ടസ്റ്റൻറ്റുകളും ആ പറയുന്ന സന്ദർഭത്തിൽ അവർ കരയുന്നതായിട്ടുള്ള സീനെല്ലാം കൂടെ ചേർത്തുള്ള വീഡിയോ ആണ് ബിഗ് ബോസ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ആര്യനും ജിസേലുമായിട്ടുള്ള സീനുകൾ ഇങ്ങനെ കുറേ കാണിക്കുന്നുണ്ട്. അവരുടെ ഫ്രണ്ട്ഷിപ്പിന് ഇതായിട്ടുള്ളത് എല്ലാ രംഗങ്ങളും കാണിക്കുന്നുണ്ട്. പിന്നെ ദീപാവലി വന്ന സമയത്ത് ഹൗസിലുണ്ടായിരുന്ന ആ ഒരു ആഘോഷം, ആ ഒരു പടക്കം ഇവരെല്ലാം കൂടെ ചേർന്ന് പൊട്ടിക്കുന്നതും അതിൻ്റെ സീൻ ഇത്രയും കൂടെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഹൗസിൽ മഴ പെയ്തപ്പം ഇവരെല്ലാം കൂടെ മഴയത്ത് നിന്ന് കുളിച്ചുകൊണ്ട് നിന്നപ്പം മനീഷിനെ കുളിക്കാനായിട്ട് വിളിക്കുന്ന ആ ഒരു സീൻ ഇത്രയും കൂടെ ആഡ് ചെയ്തിട്ട് അത് കാണിക്കുന്നുണ്ടായിരുന്നു. അന്നൊക്കെ ഇവർ ഭയങ്കര ഫ്രണ്ട്ഷിപ്പിലിരുന്ന ആൾക്കാരാണ്, ശൈത്യയും അനുമോളും ഒക്കെ. അനുമോൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ശൈത്യ പറയുന്ന ഡയലോഗൊക്കെ അതേപോലെ തന്നെ ബിഗ് ബോസ് വോയിസ് ആയിട്ട് കേൾപ്പിക്കുന്നുണ്ടായിരുന്നു. ശൈത്യ എവിക്റ്റായി പോകുന്ന സമയത്ത് കൺഫെക്ഷൻ റൂമിലിരുന്ന് രണ്ടുപേരോട് സംസാരിച്ചത് ആ വോയിസ് അതുപോലെ ബിഗ് ബോസ് കേൾപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവരിപ്പോൾ പിണങ്ങിയിരിക്കുകയാണ്. പക്ഷേ അതൊക്കെ കേൾപ്പിക്കുമ്പം തന്നെ അവിടെ ഇരിക്കുന്നവർക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് ഇവരിതൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിച്ച വ്യക്തികളാണോ. എന്നിട്ട് ശൈത്യയ്ക്ക് അനുമോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന ആ സീനെല്ലാം അതേപോലെ തന്നെ ബിഗ് ബോസ് കാണിച്ചെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതെല്ലാം കണ്ടുകൊണ്ട് അക്ബർ ഇരിപ്പുണ്ട്. എല്ലാ കണ്ടസ്റ്റൻറ്റിനെയും കണ്ണ് നിറഞ്ഞു എന്നുള്ളതാണ്. പിന്നെ അക്ബറിൻ്റെയും അപ്പാനിയുടെയും ഫ്രണ്ട്ഷിപ്പ്, അക്ബറും അപ്പാനിയും ഒരുപാട് പേര് അവരെ തെറ്റിക്കാൻ നോക്കിയിട്ടുണ്ടെന്നുള്ള ആ ഒരു വോയിസൊക്കെ ബിഗ് ബോസ് കേൾപ്പിച്ചു. പിന്നെ അവർ ഗാർഡൻ ഏരിയയിൽ നിന്നിട്ടുള്ള രംഗങ്ങൾ, റൂമിലിരുന്നിട്ടുള്ളത്, പിന്നെ അത് കഴിഞ്ഞിട്ട് ടോയ്ലറ്റ് സെഷനിലുള്ളത് എല്ലാം കാണിക്കുന്നുണ്ട്. ഒരു ദിവസം നടന്ന മോർണിംഗ് ആക്ടിവിറ്റിയിൽ രണ്ടുപേരും തമ്മിൽ ബദ്ധശത്രുക്കളായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നതാണ് ഷാനവാസും അക്ബറും കൂടി. ഷാനവാസ് മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറഞ്ഞായിരുന്നു, അത്രയും വലിയൊരു മനുഷ്യനിലൊരു കുഞ്ഞു ഹൃദയം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ഇപ്പോഴാണെന്ന്. അത് പറയുന്ന സമയത്ത് അക്ബർ കരയുന്നുണ്ടായിരുന്നു. അതൊക്കെ അതേപോലെ തന്നെ കാണിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് സോഫയിലിരുന്ന് കരയുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ കാണിക്കുമ്പം കണ്ടസ്റ്റൻറ്റുകൾ തന്നെ ഇരുന്ന് കരയുന്നുണ്ട്. പിന്നെ അക്ബറും ആര്യനും കൂടെ സംസാരിക്കുന്നത്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒനിൽ പോകാൻ നേരം ഷാനവാസുക്ക എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കരയുന്നതും ഉമ്മ കൊടുക്കുന്നതും അതെല്ലാം അതേപോലെ തന്നെ കാണിക്കുന്നുണ്ട്. ഈ ബിഗ് ബോസിലെ ഏറ്റവും വലിയ വഴക്കുകളിൽ ഒരു വഴക്കായിരുന്നു രേണുസുധിയും അക്ബറും കൂടി ഉണ്ടായിരുന്ന ഒരു വഴക്ക്. രേണുസുധിയെ മോശമായിട്ടൊരു പദപ്രയോഗം നടത്തിയതിന് രേണുസുധി പിണങ്ങിയിരുന്ന ആ സന്ദർഭത്തിൽ അക്ബർ ഒരു ഹേർട്ട് ഉണ്ടാക്കി രേണുസുധിക്ക് കൊടുക്കുന്ന ആ രംഗങ്ങളൊക്കെ കാണിച്ചപ്പം എല്ലാവരും ഭയങ്കര സങ്കടത്തിലിരിക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള രംഗങ്ങൾ കാണുമ്പോഴാണ് അവർക്ക് വ്യക്തമായിട്ട് അന്ന് ഇതൊക്കെയാണ് നടന്നതെന്ന് അവർക്ക് ബോധ്യമാവുന്നത്. പിന്നെ ജിസേൽ അനീഷിനെ ഡാൻസ് പഠിപ്പിക്കുന്നതൊക്കെ അവരാരും കണ്ടിട്ടില്ലല്ലോ, നമ്മളല്ലേ ആ സീനൊക്കെ കണ്ടിട്ടുള്ളൂ. അതൊക്കെ കാണുമ്പോഴത്തേന് ഇതൊക്കെ നടന്നു എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. പിന്നെ അപ്പാനി നമ്മുടെ ആദിലേക്ക് ചോറ് വാരി കൊടുക്കുന്നത് ഗാർഡൻ ഏരിയയിൽ ആ ഊഞ്ഞാലിലിരുന്നിട്ട് അതൊക്കെ കാണിക്കുമ്പം അതിലൊക്കെ കരയുന്നുണ്ട്. ഒരുപാട് നല്ല രംഗങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയ്ക്കകത്ത് ബിഗ് ബോസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ പ്രാങ്ക് ചെയ്യുന്നതും
ആദിലെ ഔട്ടായെന്ന് പറഞ്ഞിട്ട് ആദിലെ പോയിട്ട് തിരിച്ചു വന്ന് കഴിയുമ്പം ഷാനവാസിനെ കെട്ടിപ്പിടിക്കുന്ന ആ രംഗവും പിന്നെ ആദിലെ മഴയത്തിരിക്കുന്ന സീനുകളും അതെല്ലാം നല്ലതായിട്ട് കാണിക്കുന്നുണ്ട്. ആർക്കായാലും വീഡിയോ ഇഷ്ടപ്പെടും. അത്ര നല്ല ഈ ബിഗ് ബോസിൽ ഉടനീളം നടന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. പിന്നെ ഹൗസിൻ്റെ ഓരോ ഭാഗങ്ങൾ പ്രത്യേകം എടുത്ത് കാണിക്കുന്നുണ്ട്. ജയിൽ കാണിക്കുന്നുണ്ട്. ജയിലിൽ അനുമോളൊക്കെ കിടക്കുന്നത് കാണിക്കുന്നുണ്ട്. അനുമോൾ അന്ന് ഇവരോടൊക്കെ പിണങ്ങി ജയിലിൽ വന്ന് കിടന്ന സമയമാണ്. അതൊക്കെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ നെവിനൊക്കെ അനുമോളെടുത്ത് വഴക്കിന് വരുന്നത്, ശരത്ത് വഴക്കിന് വരുന്നത്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഗാർഡൻ ഏരിയയിൽ നിന്ന് അവരെല്ലാവരും കൂടെ ഡാൻസ് കളിക്കുന്ന രംഗങ്ങളുണ്ട്. ഇതെല്ലാം കണ്ടസ്റ്റൻറ്റുകൾക്ക് സത്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ട്. കുറേ അധികം പേരും കരയുന്നുണ്ട്. പിന്നെ ലക്ഷ്മിയും ബിന്നിയും കൂടെ ഡാൻസ് കളിക്കുന്നത്, ബിന്നിയുടെ ബർത്ത്ഡേക്ക് കേക്ക് എല്ലാവർക്കും കൊടുക്കുന്നതും സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെയും വീഡിയോസൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവരും കൂടെ നിന്നിട്ട് പുറത്ത് നിന്നിട്ട് സെൽഫി എടുക്കുന്നതിൻ്റെ ഉണ്ട്. പിന്നീട് കാണിക്കുന്ന ആദിലെയും നൂറയും അനുമോളോട് പിണങ്ങിയിട്ട് നമ്മുടെ ഗാർഡൻ ഏരിയയിലെ ഊഞ്ഞാലി വന്നിരുന്നിട്ട് ഫ്രണ്ട്ഷിപ്പിനെ പറ്റി അവർ പറയുന്ന ആ പോയിൻ്റ്, ആ വാക്കുകൾ അതേപോലെ തന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട്. നൂറയുടെയൊക്കെ ഡയലോഗുകൾ അനുമോൾ കേൾക്കാതുള്ള ഡയലോഗാണ്, അതെല്ലാം പറയുന്നുണ്ട്. പിന്നെ അവർ വീണ്ടും അനുമോളെടുത്ത് പിണക്കം മാറ്റി ഇണങ്ങുന്നത്, പിന്നെ നൂറയ്ക്ക് അനുമോൾ പാല് ഒഴിച്ചു കൊടുക്കുന്നത്, പിന്നെ ഇവർ വന്നിട്ട് 3 പേരുടെ പട്ടായ ഗേൾസും കൂടെ ബിഗ് ബോസിനോട് സംസാരിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും എല്ലാം കാണിച്ചപ്പോൾ അനുമോൾ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട്. ആ സമയത്ത് അനുമോളാണിത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 3 പേരും ഒരുമിച്ച് കിടക്കുന്നത് ബെഡിൽ, അതെല്ലാം എല്ലാവരെയും ഹൃദയം പൊട്ടുന്ന കണക്കുള്ള ഒരു കാഴ്ചയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ വീണ്ടും ഇരുന്ന് അനുമോളെ പറ്റിയാണ് ഓരോന്ന് പറയുന്നത് സീനിനകത്ത്. പിന്നെ വീണ്ടും ഇവർ പിണക്കം മാറ്റി വീണ്ടും ഇണങ്ങിയിട്ട് പിറ്റേ ദിവസത്തെ കാഴ്ചകളാണ് പിന്നീട് കാണിച്ചത്. നൂറയ്ക്കും ആദിലയ്ക്കും അനുമോളോടുള്ള ആ വഴക്കും പിന്നെ അത് കഴിഞ്ഞുള്ള ഇണക്കവുമാണ് വീഡിയോയിലുടനീളം കൂടുതൽ സമയം ഇത് തന്നെയാണ് കാണിച്ചത്. ഇവർ 3 പേരെയും ഒരുപാട് സമയം കാണിക്കുന്നുണ്ട്. പിന്നെ ഇവർ ഗാർഡൻ ഏരിയയിൽ വെച്ച് നടത്തിയ ആ ഒരു പൗഡർ ടാസ്ക് അത് കാണിക്കുന്നുണ്ട്. പിന്നെ പട്ടായ ഗേൾസിൻ്റെതാണ് കൂടുതലും കാണിക്കുന്നതെന്ന് വേണം പറയാൻ. ഇതൊക്കെ കണ്ടിട്ട് അനുമോളുടെ ചങ്ക് പൊട്ടിയുള്ള ഇരുത്തയാണ്. ഞാൻ ഇത്രയും ഇതായിട്ട് ഇവരുടെ കൂടെ നിന്നെയാണല്ലോ എന്നുള്ള ആ ഒരു വിഷമമുണ്ട്. പിന്നെ ഓരോ ഡയലോഗ് കേൾക്കുമ്പോൾ ചിരിക്കുന്നുണ്ട്. അനുമോൾ നമ്മുടെ അനീഷുമായിട്ടുള്ള തമാശയ്ക്കുള്ള ആ രംഗങ്ങൾ, ചേട്ടൻ്റെ ആരോഗ്യം ഞാനിവിടെ നോക്കേണ്ടതല്ലേ, അപ്പോൾ അനീഷ് പറഞ്ഞു ഉത്തമയായ എന്ന് മാത്രം പറഞ്ഞിട്ട് അതവിടെ നിർത്തിയാണ്. പിറ്റേ ദിവസം അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്യുന്ന ആ ഒരു രംഗം, പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഒരു ടാസ്കിനകത്ത് അവർ 2 പേരുടെയും വേഷങ്ങൾ, പിന്നെ അനുമോൾ പ്രപ്പോസ് ചെയ്യുന്ന കേട്ടിട്ട് അതിശയിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്, അതെല്ലാം കാണിക്കുമ്പോഴത്തേനും ഹൗസിലുള്ളവർ മൊത്തം ഭയങ്കര ചിരിയും ബഹളമാണ്. വീണ്ടും അനുമോളെ ആദിലെയും ഉള്ള സീനുകളാണ് ബിഗ് ബോസ് എടുത്തെടുത്ത് കാണിക്കുന്നത്. കാരണം ഇവർ 3 പേരും ഈ ഒരു വീഡിയോയിലുടനീളം വഴക്കിടുകയും ഇണങ്ങുകയും ചെയ്ത ടീം ഇവരാണ്. പിന്നെ കൺഫെഷൻ റൂമിൽ നമ്മുടെ അഭിലാഷിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വിഷമങ്ങൾ പറയാനായിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അഭിലാഷ് അന്നേരം പറഞ്ഞത് ഒനിലിൻ്റെ പേരാണ്. അത് പറഞ്ഞിട്ട് പിന്നെ അഭിലാഷ് എവിക്റ്റായി പോകുമ്പോൾ ഒനിൽ കെട്ടിപ്പിടിച്ച് കരയുന്ന രംഗങ്ങൾ ബിഗ് ബോസ് കാണിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഭയങ്കര സങ്കടം തരുന്ന സീനുകളാണ്. ഭയങ്കര വിഷമമാവും നമുക്കത് കണ്ടുകൊണ്ടിരിക്കുമ്പം. പിന്നെ നൂറ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ കരയുന്നു. പിന്നെ ആദിലയും നൂറയും അനുമോളും എല്ലാം കൂടെ നിന്നിട്ട് ആ ടാസ്കിൻ്റെ ഇടയ്ക്കത്തെ രംഗങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ അവർ കൈ കോർത്ത് ഇങ്ങനെ പിടിച്ച് കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആദില അനുമോളോട്ട് പിണങ്ങി കഴിഞ്ഞിട്ട് നൂറയോട് പറയുന്നത്, എന്താ ബേബി നമ്മളെ മാത്രം എല്ലാവരും ഇങ്ങനെ നമ്മളോട് എന്താ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആദില കരയുന്ന ആ ഒരു സീൻ ഭയങ്കര വിഷമം ഉണ്ടാക്കും നമുക്ക്. അവരെങ്ങനെയോ ആയിക്കോട്ടെ, പക്ഷേ അത് TV-യിലൂടെ കാണുമ്പോൾ നമുക്ക് വിഷമം വരും. പിന്നെ ലാലേട്ടൻ പറയുന്നു ഇന്ന പോലെ എത്ര വഴക്കുണ്ടാക്കിയ വ്യക്തികളാണ്, പക്ഷേ ഇപ്പോൾ എന്ത് സ്നേഹമാണെന്ന് നോക്കി നമുക്ക് തന്നെ കണ്ണ് നിറഞ്ഞ് ആ ഒരു ഡയലോഗ് അങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ ശൈത്യയും നമ്മുടെ ഇവളെയും കാണിക്കുന്നുണ്ട്, ആദിലയും കാണിക്കുന്നുണ്ട്, പിന്നെ ബിൻസിയെ കാണിക്കുന്നുണ്ട്. വീണ്ടും ആദിലെ അനുമോളെയാണ് കാണിക്കുന്നത് വീഡിയോയിൽ ഓൾമോസ്റ്റ്. പിന്നെ ആ ഒരു ഇതായിട്ട് കാണിക്കുന്ന ഫോട്ടോസ് നമുക്ക് അത്ര ക്ലിയറായിട്ട് ക്ലാരിറ്റി ഇല്ലാത്ത ഒരു ഫോട്ടോസായിട്ടായിട്ടും കാണിക്കുന്നത്. കുറേ അധികം ഫോട്ടോസ് അങ്ങനെയുള്ളതുണ്ട്. അത് ബിഗ് ബോസിൽ അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. കളറിൻ്റെ പുറത്താണ് അങ്ങനെ വരുന്നത്. പിന്നെ നമ്മുടെ രേണുസുതി കിടന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നത്, എന്താ ബിഗ് ബോസ് എന്നൊക്കെ ചോദിച്ചിട്ട് ബിഗ് ബോസിനോട് രേണുസുതി സംസാരിക്കുന്ന ആ ഡയലോഗ് അങ്ങനെ തന്നെ വിട്ടിട്ടുണ്ട്. സീസൺ 7-ലുള്ള എല്ലാ കണ്ടസ്റ്റൻറ്റുകളുടെയും ഓരോ ഡയലോഗുകളും അവരുടെ കുറേ അധികം സീനുകളും കൂടെ ഉൾപ്പെടുത്തിയിട്ട് അടിപൊളി ഒരു വീഡിയോയാണ് ഇന്ന് കാണിച്ചത്. അത് കാണുന്ന പ്രേക്ഷകരുടെ ചങ്ക് പൊട്ടും. പിന്നെ ഇതിനകത്തുള്ള കണ്ടസ്റ്റൻറ്റുകളുടെ വീട്ടിലുള്ള ആൾക്കാർ ഇത്രയും ഇപ്പം അടിയറവ് പറഞ്ഞിട്ടിരിക്കുകയായിരിക്കും. കാരണം
വലിയ ബദ്ധശത്രുതയിൽ പുറത്ത് കിടന്ന് PR ടീമോ അല്ലെങ്കിൽ ഫാമിലിയോ ഫ്രണ്ട്സോ ഒക്കെ ആയിരിക്കും കമൻറ്റ് ബോക്സിൽ ബഹളോ അടിയൊക്കെ നടത്തിയത്. പക്ഷേ ഈ സീനുകൾ ഇത്രയും കണ്ട് കഴിഞ്ഞതിന് ശേഷം അവർ ആ ഹൗസിൽ ഒന്നിച്ചിരിക്കുകയാണ്. അതുവരെയുള്ള പിണക്കങ്ങളെല്ലാം മാറ്റി. ഇനി അവർക്ക് അതും അവരുടെ ഗെയിമാണോ നമുക്കറിയത്തില്ല. പക്ഷേ ആ ഒരു വീഡിയോയുടെ ഫുള്ള് ഇങ്ങനെയുള്ള നമ്മളെ മെൻ്റലി ഒരു ഭയങ്കര വിഷമത്തിലോട്ട് കൊണ്ടുവന്ന സീനുകൾ ഇത്രയും കൂടെ കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ അനിമോളും ആദിലയും നൂറയും ആദ്യം വന്ന് ഒരുമിച്ച് നിന്നിട്ട് അവർ കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അതിന് ശേഷമാണ് ആദില അവിടെ നിന്നുകൊണ്ട് നമ്മുടെ ശൈത്യയെ വിളിക്കുന്നുണ്ട്. ശൈത്യ ആദ്യം വിളിച്ചപ്പോഴൊന്നും വന്നില്ല. പക്ഷേ അനിമോൾക്ക് ഭയങ്കര സങ്കടം. അനിമോൾ പറയുന്നുണ്ട്, നിങ്ങളെ ഞാൻ ഒരിക്കലും ചതിച്ചിട്ടില്ല, നിങ്ങളെ എത്ര വഴക്കുണ്ടെങ്കിലും ഞാൻ നിങ്ങളെ ഒന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ വിജയത്തിന് വേണ്ടി ഇങ്ങനെ വല്ലതും പറയരുത്. പറയുമ്പോഴാണ് നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാവില്ലേ. അനിമോൾ ആ പറയുന്ന കാര്യം എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അതിലെ നൂറയും അല്ലെങ്കിൽ ശൈത്യ ആയാലും അനിമോൾക്കെതിരെയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അനിമോൾ ഒന്നോ രണ്ടോ വാക്ക് പറഞ്ഞു. ഇപ്പോൾ ശൈത്യ കട്ടപ്പയെന്ന് വിളിച്ചു, അല്ലെങ്കിൽ നൂറയോട് നിനക്ക് പിന്നെ ഫൈനൽ 5 വന്നതിൻ്റെ അഹങ്കാരമാണോ എന്ന് ചോദിച്ചു. ഈ രണ്ട് കാര്യം അനിമോളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണ്, അത് കറക്റ്റാണ്. പക്ഷേ അതിന് പകരം ഇവർ ദിവസങ്ങളോളം ആ വൈരാഗ്യം മനസ്സിൽ വെച്ചിട്ട് അനിമോളോട് കാണിച്ച പ്രവൃത്തികൾക്ക് ഇപ്പോൾ അവർക്ക് തന്നെ ഒരു ഇത് വന്നേക്കുകയാണ്, മാനസാന്തരം ഉണ്ടായെന്ന് വേണം പറയേണ്ടത്. ഇപ്പം നമ്മൾ കണ്ടത് അങ്ങനെയാണ്. അതിലെയാണ് ആദ്യം അനിമോളെ വന്നിട്ട് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു. എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുമെന്ന് പറഞ്ഞ് അനിമോളെ വിളിച്ച് അങ്ങനെ അനിമോൾ എണ്ണീച്ചിട്ടാണ് ആദ്യം കെട്ടിപ്പിടിച്ചത്. പിന്നെ നൂറ വരുന്നു, നൂറയും കെട്ടിപ്പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് കരയുന്നു. പിന്നെ ആദിലെയാണ് ശൈത്യയെ വിളിച്ച് താഴെ ഇറക്കുന്നത്. ശൈത്യ മുകളിലിരുന്നതായിരുന്നു. ആദ്യമൊന്നും ശൈത്യയെ വിളിച്ചിട്ട് താഴേക്ക് വന്നില്ല. പിന്നെ ആദില പറഞ്ഞു, വാ വന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്യ് കള എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോഴത്തേന് പിന്നെ ശൈത്യ വരുന്നുണ്ട്. ശൈത്യ വന്നിട്ട് അനിമോളെ കെട്ടിപ്പിടിച്ചിട്ട് കരയാണ്, സോറിയിടാന്നൊക്കെ പറയുന്നുണ്ട്. ഇത് എനിക്കറിയത്തില്ല, ഒറിജിനലായിട്ട് അവർ ജെന്യൂനായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർ എപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ അത് വീണ്ടും അവരുടെ എന്തെങ്കിലും ഒരു ഈഗോ വെച്ചിട്ട് അവരിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കത്തില്ല. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നത് ഈ രണ്ട് കൂട്ടരുടെ ആൾക്കാരായിരിക്കത്തില്ല, ജയിക്കാൻ വേണ്ടി മറ്റേതെങ്കിലും ആൾക്കാരായിരിക്കും ഈ പുറമേ നിന്ന് കളിക്കുന്നത്. അവിടാണ് ഇവർക്ക് തെറ്റ് പറ്റിയിരിക്കുന്നത്. ഇപ്പോൾ അക്ബറിനെ അല്ലെങ്കിൽ നമ്മുടെ ആദിലെയോ നൂറയോ ശൈത്യയോ അനിമോളുടെ ആൾക്കാരോ PR ഒന്നും പറയുന്നുണ്ടായിരിക്കത്തില്ല. അനിമോളുടെ കൂടെ നിൽക്കുന്ന വേറൊരു കണ്ടസ്റ്റൻറ്റിൻ്റെ PR ആയിരിക്കും അനിമോൾക്കെതിരെ ഇവരെല്ലാം തിരിയാൻ വേണ്ടിയുള്ള കളി കളിച്ചിരിക്കുന്നത്. എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. നല്ല ഡിസർവിങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റിന് മാത്രം ആ കപ്പ് കയ്യിലോട്ട് കിട്ടട്ടെ. നമ്മൾ 100 ദിവസം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് 100 ദിവസം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല വിഷമമുണ്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആരായാലും കരയും. എന്തായാലും ഇത്രയും വലിയൊരു കമൻട്രി ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുമില്ല. ഇത്രയും ലോങ് ആയിട്ടൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുമില്ല. പക്ഷേ അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ.